ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ തന്നെ ഇട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ തേർഡ് പാർട്ടുമായിട്ടാണ്. സ്റ്റോറി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പം ആദ്യത്തെ 2 പാർട്സ് കേൾക്കാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കേട്ടിട്ട് ബാക്കി കേൾക്കണേ. ഉമ്മി റൂമിൽ നിന്നും പോയതിന് ശേഷം എനിക്ക് ആകെ മൂഡ് ഔട്ടായി. ഞാൻ കുറച്ചു നേരം കിടന്നിട്ട് മെല്ലെ ഹാളിലേക്ക് വന്നു. സോഫയിൽ റംസിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് നിൻസി. എന്തു പറ്റി ഇവക്ക്? ഇത്താക്ക് പഴയ തലവേദന പിന്നെയും വന്നു. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമായി. ഇനി പെണ്ണൊന്നും കഴിക്കില്ല. ഉമ്മിയൊക്കെ എവിടെ? അവിടെ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വരാം. ഡോറ് തുറക്കുമ്പോൾ ഉമ്മയും കുഞ്ഞയും എന്തോ കാര്യമായി സംസാരിക്കുകയാണ്. ഡോറ് തുറന്നകത്ത് കയറിയപ്പോൾ റമി ഉമ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുവാണ്. ഉമ്മി പിങ്കിൽ പൂക്കളുള്ള ഒരു നേരിയ നൈറ്റിയാണ് ഇട്ടേക്കുന്നത്. ഉമ്മിയുടെ നൈറ്റിയുടെ 2 ഹുക്കും വീണ് കിടക്കുകയാണ്. എൻ്റെ കണ്ണ് അങ്ങോട്ടേക്ക് സ്കാൻ ചെയ്തപ്പോൾ ഉമ്മി അവനെ ഉമ്മിയുടെ മടിയിൽ നിന്ന് ബെഡിലേക്ക് കിടത്തി. അവൻ അപ്പോഴേക്കും നല്ല ഉറക്കമായി. കുഞ്ഞ ഒരു മഞ്ഞ നൈറ്റിയാണ് ഇട്ടേക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് രണ്ടും കൂടി ഒരു ഗൂഢാലോചന? മറുപടി പറഞ്ഞത് കുഞ്ഞയാണ്. ഏയ്, ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഉമ്മി അടുക്കളയിലേക്ക് പോയി. കുഞ്ഞ പറഞ്ഞു, ഞാൻ ഇനി ഒരു കാര്യം പറയാം. മോൻ കരയരുത്, ധൈര്യം ചോർന്നു പോകരുത്. നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. കുഞ്ഞ മുഖവുരിടാതെ കാര്യം പറഞ്ഞേ. കുഞ്ഞ പറഞ്ഞു, രാവിലെ നിൻ്റെ ഉമ്മി കുറേ കരഞ്ഞില്ലേ നിൻ്റെ വാപ്പിയുടെ കാര്യം പറഞ്ഞ്? അതൊക്കെ സത്യമാണ്. ഞാൻ വീണ്ടും അന്താളിച്ചിരുന്നു. എന്താ കുഞ്ഞായി പറയുന്നേ? സത്യമാടാ കുഞ്ഞ പറയുന്നേ. അവരുടെ പേര് ആമിന. കുഞ്ഞാടെ വാട്സപ്പ് തുറന്ന് ഒരു കൂട്ടുകാരിയുടെ നമ്പർ തുറന്നു എന്നെ കാണിച്ചു. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. വാപ്പ അവരെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നു. കൂടെ 2 വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചുമുണ്ട്. ഓരോന്നും വെറൈറ്റി ഫോട്ടോകൾ. അടുത്തത് കണ്ട് ഞാൻ വീണ്ടും ഞെട്ടി. കുഞ്ഞാപ്പയും ഒരു മിസ്രിൽ പെണ്ണും നിൽക്കുന്നു. കുഞ്ഞാനെ നോക്കുമ്പോൾ കുഞ്ഞ കരയുന്നില്ല. എങ്കിലും കുഞ്ഞാടെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്. ഞാൻ ഫോൺ കുഞ്ഞാടയിൽ കൊടുത്തു. തളർന്ന് അവിടെ ഇരുന്ന് കുഞ്ഞ വന്നെൻ്റെ അടുത്തിരുന്നു. എന്തൊരു വിധിയാണ് കുഞ്ഞ നിങ്ങൾക്ക് പടച്ചോൻ തന്നേക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ട് എങ്ങനെ ഇവിടെ നിൽക്കുന്നു? ഞാനത് പറയുമ്പോഴും കുഞ്ഞ മെല്ലെ ചിരിക്കുവാണ്. എനിക്ക് നിൻ്റെ ഉമ്മക്കും വേണമെങ്കിൽ ഇതറിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പോകാമായിരുന്നു. പക്ഷെ അവിടെ ആരാ ഉള്ളത്? പാടില്ലാതെ കിടക്കുന്ന എൻ്റെ ഉപ്പയോ അതോ ഇത്താട് അനിയനും അനിയത്തിയോ? അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും നിച്ചുമോനെ? പിന്നെ ഞങ്ങൾക്കൊരാശ്വാസം നീ ഉണ്ടല്ലോ എന്നാണ്. അതാണ് അത്രയും കഷ്ടപ്പെട്ട് നിൻ്റെ ഉമ്മി വാപ്പിയുടെ കാല് പിടിച്ച് നിനക്ക് അവിടെ അഡ്മിഷൻ വാങ്ങിയത്. കുഞ്ഞാടെ വാക്കുകൾ എൻ്റെ മനസ്സിലാണ് കൊണ്ടത്. ഞാൻ കുഞ്ഞയെ പിടിച്ച് എൻ്റെ അടുത്തിരുത്തി വാക്ക് കൊടുത്തു, എന്തു വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് കേട്ടപ്പോൾ കുഞ്ഞ എന്നെ അമർത്തി കെട്ടിപ്പിടിച്ച് കവളിലൊരു ഉമ്മ തന്നു. കുഞ്ഞാടെ നെഞ്ച് എൻ്റെ നെഞ്ചിൽ അമർന്നപ്പോൾ എനിക്കാകെ കോരിത്തരിച്ചതുപോലെയായി. ഞാൻ അവിടെ നിന്ന് മെല്ലെ ഹാളിൽ വന്നിരുന്നു. റംസി അവിടെ ഇരുന്ന് സോങ് കേൾക്കുന്നുണ്ട്. ഉമ്മയും നിൻസിയുമില്ല. ഞാൻ ചോദിച്ചു, ഡീ പൊട്ടിക്കാളി, അവരെവിടെ? എന്തിനാണാവോ അവരെ ചോദിക്കണേ? അതോ ആരും ഇല്ലെങ്കിൽ നിന്നെ ചെയ്യാമല്ലോ ഇവിടെ കിടത്തി. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം ആകെ തുടുത്ത് ചുണ്ടൊക്കെ വിറച്ചു. ഇക്കാക്കിത്തിരി കൂടുന്നുണ്ടേ. ഓ, എന്നാ വേണ്ട, ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം. തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വരാട്ടാ. അവൾ പോടാ എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചിട്ട് ഉമ്മിയുടെ റൂമിലേക്ക് പോയി. അവിടെ ഉമ്മിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുകയാണ് എൻ്റെ കാന്താരി പെങ്ങൾ നിൻസി. ഉമ്മി എന്നെ കണ്ടപ്പോൾ എന്തോ ഈ വീട്ടിലേക്ക് വേറെ ഏതോ ആൾ വന്ന പോലെ എണീറ്റ് തട്ടമൊക്കെ നേരെയാക്കി താഴെ നോക്കി കിച്ചണിലേക്ക് പോയി. എനിക്കെന്തോ സങ്കടമായി. ഉമ്മി ഇതുവരെ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഞാൻ മെല്ലെ കട്ടിലിരുന്നു. നിൻസിയുടെ തല തലോടി കൊടുത്തു. പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് എന്നെ നോക്കി മെല്ലെ ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി എൻ്റെ വായാടിക്ക്? എൻ്റെ ചുന്ദരി എന്ന് എന്നോട് തല്ല് പിടിക്കാതെ ഇക്കാക്ക് എന്തോ ആകുന്നു. എനിക്ക് വയ്യയ്ക്ക, തലവേദന എടുത്തിട്ട് വയ്യ. കിടന്നോട്ടാ.
റമി എന്തേക്ക? അവനും നേരത്തെ ഉറങ്ങി. എൻ്റെ ചക്കര ഉറങ്ങിക്കോ? ഞാൻ അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി മെല്ലെ അവിടുന്ന് ഉമ്മിയുടെ അടുത്തേക്ക് പോയി. കിച്ചണിൽ ചെന്ന് ഞാൻ നോക്കുമ്പോൾ ഉമ്മി അടുക്കള വാതിൽ തുറന്ന് എന്തോ ആലോചിച്ചിരിക്കുവാണ്. ഉമ്മി ഇരിക്കുന്ന വാതിൽപ്പടിയിൽ ഞാൻ മെല്ലെ പോയിരുന്നു. ഉമ്മിയുടെ ഷോൾഡറിൽ തലവെച്ച് മെല്ലെ കിടന്നു. കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ഉമ്മി പറഞ്ഞു, എൻ്റെ മോനൊരൊത്ത പുരുഷനായല്ലേ? എന്താ ഉമ്മി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കുട്ടൻ ഉമ്മിയോടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഉമ്മിക്ക് മോനോട് പഴയ പോലെ പെരുമാറാൻ പറ്റുന്നില്ല. ഉമ്മിയുടെ വാക്ക് കേട്ട് ഞാൻ ഒന്നും മിണ്ടാതെ മെല്ലെ ഇരുന്നു. ഇനിയും ഞാൻ ഇതുപോലെ നിന്നോട് പെരുമാറിയ എന്നിൽ നിന്നും കൈവിട്ടു പോകും. അതുകൊണ്ട് വേണ്ട. ഞാനൊന്നും മിണ്ടിയില്ല. എന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. നിന്റെ വാപ്പി എന്നെ ചതിച്ചു. പക്ഷെ പടച്ചോൻ അതിന് പകരം എനിക്കൊരു മകനെ തന്നു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിൻ്റെ ഈ നിഷ്കളങ്കമായ സ്നേഹം മാത്രം മതി ഈ കിളവിക്ക്. അല്ലാതെ എൻ്റെ മോൻ്റെ യൗവനം ഈ കിളവിക്ക് തരേണ്ട. അത് വേണ്ട. ഞാൻ സമ്മതിക്കില്ല നശിപ്പിക്കാൻ. ഉമ്മി അത് പറഞ്ഞ് തേങ്ങിക്കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാകും ഉമ്മി. എനിക്കേതായാലും ഈ കിളവയെ മതിയെങ്കിലോ? അത് ശരിയാകൂല മോനൂസേ. ഇനി ഉമ്മി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും മിണ്ടത്തില്ല. എന്തിനാ മോനെ നീ ഉമ്മയോട് ഇങ്ങനെ പറയുന്നേ? എനിക്ക് ഉമ്മയെ വേണം. ഐ ലവ് യു. ഉമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലേ കുഴപ്പമില്ല. എൻ്റെ മുഖം മാറി. അത് കേട്ട് ഉമ്മി പറഞ്ഞു, എനിക്കും വേണം എൻ്റെ മുത്തിനെ. ലവ് യു ടു. ഇത് കേട്ടപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മ കൊടുത്തു. ഉമ്മി പറഞ്ഞു, സന്തോഷിക്കാൻ വരട്ടെ, ഒരു കണ്ടീഷനുണ്ട്. ഇനി എന്താ? നിൻസിയുടെയും റംസിയുടെയും കല്യാണത്തിന് ശേഷം മാത്രമേ നീ എന്നെ തൊടാവൂ. അത് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മതം. ഇതെന്ത് പറച്ചില്ല ഉമ്മി? ഉമ്മിയെ തൊടാൻ പോലും പറ്റാതെ എങ്ങനെയാ? എൻ്റെ മുഖം മാറി. ഞാൻ അടിയിൽ തലകുമ്പിട്ടിരുന്നു. അച്ചോടാ, ഉമ്മിയുടെ പൊന്നിൻ്റെ മുഖം മാറിയാ? അങ്ങനെ അല്ലടാ പോട്ടപ്പാ ഞാൻ പറഞ്ഞേ. പിന്നെങ്ങനെ? നിൻ്റെ കൂടെ ഇപ്പോൾ ബന്ധപ്പെടാൻ എനിക്ക് പറ്റില്ലാന്ന്. അത്രയേ ഉള്ളോ? സമാധാനമായി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സമ്മതിക്കൂലേ? നോക്കട്ടെ, ആലോചിക്കാം. പരിഗണിക്കുമോ തള്ളേ നിങ്ങൾ എൻ്റെ കാര്യം? എൻ്റെ ചക്കരയ്ക്ക് ഇപ്പോൾ തന്നെ കിടന്നു തരാൻ ഉമ്മയ്ക്ക് സമ്മതമേ ഉള്ളൂ. എന്നാലും നിൻ്റെ വാപ്പീനെ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ. ഒന്നില്ലേലും ഇത്രയും കാലം എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ. അതാ ഉമ്മയ്ക്ക് ആലോചിക്കാൻ ഇത്തിരി സമയം വേണമെന്ന് പറഞ്ഞേ. ഉമ്മി സമയമെടുത്തോ? പോരെ? വാ പോകാം, ഫുഡ് കഴിക്കാം. നിക്ക് പോകല്ലേ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇനി എന്താ ചെക്ക? ആള് പഴയ പോലെ ആയല്ലോ. പിന്നെ ഉമ്മി റമിക്ക് ഉമ്മിയുടെ ഇത് കൊടുത്തോ? ഞാൻ ഉമ്മിയുടെ നെഞ്ചു ചൂണ്ടി പറഞ്ഞു. കൊടുക്കാറുണ്ടല്ലോ അവന്. ഉമ്മി അതൊരു കൂസലില്ലാതെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെയായി. ഉമ്മി ചോദിച്ചു, അയ്യേ നീ എന്താ ഇങ്ങനെ ഇച്ഛിച്ചു? അവൻ പാടില്ലാത്ത കുട്ടിയല്ലേടാ. അവൻ വാശി പിടിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ എന്ന് മൂളുക മാത്രം ചെയ്തുള്ളൂ. ഉമ്മി പറഞ്ഞു, ഇനി ഇതിന് മൂഡ് ഔട്ട് ആവണ്ട. നിനക്കിഷ്ടമില്ലേ? നിനക്ക് ഞാൻ കൊടുക്കുന്നില്ല, പോരെ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്തോ ഉമ്മിയുടെ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. സാരമില്ല, അവന് കൊടുത്തോ. ഈ കണക്കിന് നിൻ്റെ വാപ്പ വന്ന് എന്നെ റൂമിൽ കയറ്റി ചെയ്താൽ നീ അങ്ങേരെ കൊല്ലൂല്ലോ. ഏയ് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇനി വാപ്പിക്ക് കൊടുക്കണ്ട. ഇതുപോലൊരു ചരക്ക് ഭാര്യ ഉണ്ടായിട്ട് അയാൾ വേറെ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ടല്ലേ? ഉമ്മിയുടെ മുഖം ആകെ ചുമന്നു ഞാൻ ചരക്കെന്ന് പറഞ്ഞപ്പോൾ. പെട്ടെന്ന് എനിക്ക് അക്കിടി പറ്റിയ പോലായി. എന്താടാ നീ പറഞ്ഞേ? സോറി ഉമ്മി, അറിയാതെ വായിൽ നിന്ന് വീണതാ. ഇനി പറയൂല. ഉമ്മി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ അത്രയ്ക്ക് ചരക്കാണോടാ? ഞാൻ പറഞ്ഞില്ലേ. സോറി ഉമ്മി, പ്ലീസ്. കുഴപ്പമില്ല, ഞാൻ കാര്യമായി ചോദിച്ചതാ. ഒന്ന് പറ, നിൻ്റെ വായിന്ന് കേൾക്കാനാ. ഞാൻ നോക്കുമ്പോൾ ഉമ്മിയുടെ മുഖം ആകെ ചുമന്ന് തുടുത്ത് കണ്ണിലൊക്കെ വേറെന്തോ ഭാവങ്ങൾ മിന്നി മറയുന്നുണ്ട്. നല്ല അസ്സൽ ചരക്കാണ്.
ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ചരക്ക്. ഉമ്മി പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ഉമ്മിയുടെ ചുണ്ട് കടിച്ചു. അടുക്കളയിൽ നിന്ന് എണീറ്റ് പോയി. ഷോ, ഈ പെണ്ണുമ്പിള്ള പിന്നെയും മനുഷ്യനെ മൂടാക്കണമല്ലോ. ഞാൻ മെല്ലെ അവിടെ നിന്ന് എണീറ്റ് ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഇരുന്ന് ടി വി കാണുകയാണ്. കുഞ്ഞ എന്നെ കണ്ടപ്പോൾ കുഞ്ഞ പറഞ്ഞു, വാ ഫുഡ് കഴിക്കാം. ഞങ്ങൾ അവിടെ ഇരുന്ന് ചപ്പാത്തിയും ചില്ലി ചിക്കനും തട്ടി. കുഞ്ഞ പറഞ്ഞു, ഇന്ന് നിൻസിയുടെ ഒപ്പം കിടന്നോ, അവൾക്ക് പാടില്ലാത്തതല്ലേ. അത് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം മാറി. ഉമ്മയുടെ ഒപ്പം കിടക്കാമെന്ന് വിചാരിച്ചതാണ്. ഉമ്മി അപ്പം എന്നെ നോക്കി ചിരിച്ചു. ഞാൻ നേരെ മോളിലേക്ക് പോകാനായപ്പോൾ കുഞ്ഞ് ചോദിച്ചു, അല്ല സാറെവിടെ പോണ്? മോളിൽ കിടന്നോളാം കുഞ്ഞ. എന്തിന്? ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ട. അപ്പോൾ റംസി പറഞ്ഞു, എന്നാൽ ഞാൻ ഇക്കാക്കാടെ കൂടെ കിടന്നോളാം ഉമ്മി. അയ്യോ എന്തൊരു സ്നേഹം. കുഞ്ഞ പറഞ്ഞു, കിടന്നോ, മുകളിലല്ല എൻ്റെ റൂമിൽ കിടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ എങ്ങനെ കിടക്കാനാ കുഞ്ഞ? 4 പേരില്ലേ? അതിന് നിങ്ങൾ 2 അടിയിൽ ബെഡിട്ട് കിടന്നാൽ മതി. ഉമ്മി പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് പറഞ്ഞു, അത് ശരിയാ നിച്ചു, കുഞ്ഞാക്കും പാടില്ലാത്തതല്ലേ, മോൻ ഇന്ന് അവിടെ കിടന്നു. ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും സങ്കടം പോലെ അഭിനയിച്ച് ഞാനവിടെ ഇരുന്നു. സന്തോഷം എന്തിനാണല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? വേറൊന്നുമല്ല, റംസി എൻ്റെ അടുത്തല്ലേ കിടക്കുന്നേ. പറ്റാണേ ഒന്ന് ശരിക്കും തപ്പി വിടാമല്ലോ. പെണ്ണിനിപ്പോൾ തന്നെ മൂത്ത് കിടക്കുകയാണ്. ഞാൻ വെറുതെ റംസിയെ നോക്കിയപ്പോൾ അവൾ അടിയിൽ നോക്കി ചിരിക്കുന്നു. കുഞ്ഞ നേരെ റൂമിലേക്ക് പോയി. പുറകെ എന്നെ നോക്കി റംസിയും പോയി. ഞാൻ സോഫയിലിരുന്നു. കുറച്ച് കഴിഞ്ഞ് പോകാമല്ലോ. ഞാൻ മുകളിൽ കയറി ബോക്സർ മാറ്റി ഒരു ലുങ്കി എടുത്തു. ബാത്റൂമിൽ പോയി അടിയിലേക്ക് വരുമ്പോൾ ഉമ്മയുടെ റൂമിലേക്ക് കയറാൻ നിൽക്കുന്നു. ഉമ്മി എന്തേ എന്ന് ചോദിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. നോക്കിയത് ഉമ്മയുടെ അവിടേക്കാണ്. ഉമ്മി ആക്കി ഒരു ചിരി ചിരിച്ചിട്ട് എന്നെ വിളിച്ചു. ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന് കൊഞ്ചി. ഉമ്മി ചോദിച്ചു, എന്താണ്, ഒരു കള്ളത്തരം ഉണ്ടല്ലോ നിൻ്റെ മുഖത്ത്? ഉമ്മിക്ക് തോന്നിയതാ. എന്താണ്? നോട്ടമൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്കാണല്ലോ. ഇപ്പോൾ അതെനിക്ക് ആവശ്യമുള്ള സ്ഥലമാണ് എന്നും പറഞ്ഞ് ഞാൻ ചിരിച്ചു. ഉമ്മി പറഞ്ഞു, ചെല്ല്, പോയി കിടന്നുറങ്ങാൻ നോക്ക്, നാളെ അങ്ങോട്ട് പോകേണ്ടതല്ലേ. എന്തായാലും ഞാൻ നാളെ പോകും. പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. അതിനൊന്നുമില്ല. ഉമ്മി റമിക്ക് കൊടുത്തില്ലേ, അതെനിക്കെന്താ പ്ലീസ്. ദേ ചെക്ക, കിടന്ന് മയങ്ങാണ്ട് പോയേ നീ. എല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്നേലും ഇഷ്ടം അവനോടാണ് ഉമ്മയ്ക്ക്. ഞാൻ പൊക്കോളാം. ഷോ, എന്താ നീ ചൂസ് ചെയ്ത്? ഉമ്മിനെ വെറുതെ വിഷമിപ്പിക്കുന്ന എന്തിനാ? നീ അകത്തേക്ക് വാ, നിനക്ക് തന്നാ പോരെ. ലോട്ടറി അടിച്ച ഫീലായിരുന്നു എനിക്കപ്പോൾ. സത്യമായിട്ടും കിടന്ന് തൊള്ള തുറക്കാണ്ട് വേണമെങ്കിൽ വാ. ഞാൻ വേഗം വാതിൽ തുറന്ന് അകത്ത് കയറി. നിൻസി നല്ല ഉറക്കമായി. പാവം, നല്ല തലവേദന ഉണ്ടാകും. ഞാൻ നോക്കുമ്പോൾ ഉമ്മി ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നു. ഉമ്മി എന്ത് ചെയ്യേണ്? ഒന്ന് അടങ്ങി നിൽക്കി നിച്ചു, ആകെ വീർത്തിരിക്കുകയാണ്. എനിക്കൊന്ന് മേല് കഴുകണം, എന്നിട്ട് തരാം. എന്തിന്? എനിക്കിങ്ങനെ മതി. അയ്യേ, എന്ത് വൃത്തികേടാ ചെക്കാ നീ പറയുന്നേ. മാറ്, ഞാൻ ബാത്റൂമിൽ പോട്ടെ. പ്ലീസ് മമ്മി, ഇങ്ങനെ മതി. ഓ വാ ഇരിക്ക്. ഉമ്മി കട്ടിലിന് മൂലയ്ക്കിരുന്ന് നിൻസിയുടെ കാൽഭാഗത്തായി. നിൻസി അറ്റത്തെ മൂലയിലാണ് കിടക്കുന്നത്. ഞാൻ നേരെ ഉമ്മിയുടെ മടിയിൽ കിടന്നു. ഉമ്മി പിങ്ക് നൈറ്റിയുടെ 2 ഹുക്കെടുത്ത് കൈ പുറകിലേക്ക് കൊണ്ടുപോയി. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൺട്രോള് അപ്പം തന്നെ പോയി. നൈറ്റിക്കിടയിലൂടെ ഉമ്മിയുടെ മഹർമാല കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ. ഉമ്മി നൈറ്റിയുടെ ഹുക്കെടുത്തു. ഞാൻ ആ നൈറ്റി വലിച്ച് താഴ്ത്തി. എൻ്റെ പൊന്നെ, എന്തായി കാണുന്നേ? ഞാൻ ആഗ്രഹിച്ച പോലെ ഉമ്മി നിൽക്കുന്നു. അങ്ങനെ ഉമ്മി എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു തുടങ്ങി. ഞാനങ്ങ് സന്തോഷത്തിൻ്റെ കൊടുമ്പിരി കൊണ്ട് ഉത്സാഹത്തിമിർപ്പിൽ എല്ലാം ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴേക്കും വാതിലിൽ മുട്ടുകേട്ട് ഉമ്മി ഞെട്ടിച്ചാടി എണീറ്റ് എന്നെ തള്ളി മറിച്ചിട്ട് ബാത്റൂമിലേക്ക് മാറിയിടാനുള്ള ഡ്രസ്സുമായി പോയി. എനിക്ക് നല്ല ദേഷ്യം തോന്നിയെങ്കിലും ഞാൻ എണീറ്റ് മുണ്ട് നേരെയാക്കി പോയി വാതിൽ തുറന്നു. ഉറക്കം അഭിനയിച്ചാണ് പോയി തുറന്നത്. കുഞ്ഞാണ് വന്നത്. ആ, നീ ഇവിടെ ഉണ്ടായാ? ഞാൻ മോളിൽ നോക്കി നിന്നെ കാണാതിരുന്നു കൊണ്ടാ വന്നേ. ഞാൻ ഉറങ്ങിയിരുന്നു കുഞ്ഞാ. നീ കിടക്കാൻ വരുന്നുണ്ടോ എന്നറിയാൻ വന്നതാ.
കുഞ്ഞ് അങ്ങനെ പറഞ്ഞുവെങ്കിലും കുഞ്ഞാടെ കണ്ണു പോയത് എൻ്റെ കൂടാരമണിഞ്ഞ മുണ്ടിലേക്കാണ്. ഞാൻ ആകെ ചമ്മി നാറിയൊരു ചിരി ചിരിച്ചു. ഇല്ല കുഞ്ഞ, ഞാൻ ഇവിടെ കിടന്നോളാം. കുഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ ബാത്റൂമിൽ നിന്നും ഉമ്മി വിളിച്ച് പറഞ്ഞു, ഐഷ അവനെ കൊണ്ടുക്കോ. ഞാൻ വേറെ വഴിയില്ലാതെ കുഞ്ഞാടെ പിറകെ പോയി. പോകുമ്പോൾ എൻ്റെ നോട്ടം ചെന്നത് ബ്ലാക്ക് നൈറ്റിയിട്ട കുഞ്ഞയുടെ ഇളകിയാടുന്ന ദിതമ്പത്തിലേക്കാണ്. പെട്ടെന്ന് എന്നെ കുഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ച ഞാൻ കുഞ്ഞാടെ പിന്നഴക് നോക്കി ആസ്വദിക്കുന്നതാണ്. കുഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുരികം ചുളിച്ച് ഒരു ചിരി ചിരിച്ചു. ഞാൻ വീണ്ടും ചമ്മി. കുഞ്ഞ് ചോദിച്ചു, ഇത്ത നിൻ്റെ മുമ്പിൽ ഡ്രസ്സില്ലാതെയാണോ കുളിക്കാൻ കയറുന്നേ? ഞാൻ പെട്ടെന്ന് ഞെട്ടി. എങ്കിലും കുഞ്ഞാനോട് പറഞ്ഞു, ഇല്ല കുഞ്ഞ, ഞാനിപ്പോൾ വന്നുള്ളൂ. എന്തേ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, കിടന്നോ. അതിലെന്തോ ഒരു വശപ്പിശകില്ലേ? കുഞ്ഞയും റമ്മിയും മുകളിൽ കിടന്നു. റംസി അടിയിൽ വെട്ടിവിരിച്ച് കിടപ്പുണ്ട്. പിശാശ്, ആകെയുള്ള പുതപ്പ് അവൾ മൂടിപ്പൊതച്ച് കിടക്കുകയാണ്. ഇവൾ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയാ? ഞാൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് കുഞ്ഞ് ലൈറ്റ് ഓഫാക്കി. എൻ്റെ നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങി. റൂമിലാണെങ്കിൽ ഇപ്പോൾ മൊത്തം ഇരുട്ട്. ഞാൻ മെല്ലെ അവളുടെ പുതപ്പ് പൊക്കി അവളുടെയും തലവഴിയിട്ട് പുതച്ചു. അവൾ അങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത്. ഞാൻ അവളുടെ പിന്നിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവൾ സുഖം കൊണ്ട് കുറുകാൻ തുടങ്ങി. അവൾ കനം കുറഞ്ഞ ഗൗണാണ് ഇട്ടേക്കുന്നത്. ഞാൻ അവളെ മലർത്തി കിടത്തി അവളുടെ ഗൗണിൻ്റെ ഹുക്ക് ഊരി. അവളുടെ ആലില വയർ മെല്ലെ കൈകൊണ്ട് തലോടിക്കൊണ്ടിരുന്നു. എൻ്റെ കൈക്രിയ തുടർന്നു. അവൾ സുഖം കൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ചുണ്ടുകൾ അവളുടെ സ്വന്തമാക്കി. പിന്നീട് അങ്ങോട്ട് ഒരു പൊരിഞ്ഞ യുദ്ധം അവിടെ നടന്നു. പുതപ്പിനിടയിൽ ഞങ്ങൾ ശരിക്കും കാമുകന്മാരെ പോലെ സ്വർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഏറെ നേരത്തെ പൊരിഞ്ഞ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിന്നെപ്പോഴോ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എപ്പോഴോ ഞെട്ടി എണീക്കുന്നത് ഒരു കരച്ചിൽ കേട്ടാണ്. കുഞ്ഞ ബെഡിൽ കിടന്ന് കരയുവാണ്. ഞാൻ എണീറ്റ് ലൈറ്റിട്ട് കുഞ്ഞാടത്ത് പോയി. നോക്കുമ്പോൾ കുഞ്ഞയുടെ നൈറ്റിയുടെ ഹുക്ക് തുറന്നു കിടപ്പുണ്ട്. അതിലൂടെ കാണേണ്ടതെല്ലാം കാണാം. കുഞ്ഞാടെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെയായി. എന്തു പറ്റി കുഞ്ഞാ? അറിയില്ല നിച്ചു, കുഞ്ഞാക്ക് വേദന വരുന്നു ഇവിടെ. കുഞ്ഞക്ക് നെഞ്ചുവേദന വരുമ്പോഴാണല്ലോ ഡോക്ടറെ കാണാൻ പോകുന്നേ. അത് മാറാൻ റമിക്ക് പാപ്പം കൊടുക്കേണ്ടി വരും. കുഞ്ഞാനോട് ഞാൻ പറഞ്ഞല്ലേ മരുന്ന് കഴിക്കാൻ. കുഞ്ഞ് കഴിക്കാത്തോണ്ടല്ലേ? അതുകൊണ്ടൊന്നും അല്ല കുട്ടാ, ഞാൻ റമിക്ക് പാപ്പം കൊടുത്തിരുന്നു. പക്ഷെ അവൻ കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. അതാ മാറാത്തെ. ഞാൻ ചെയ്തു തരണോ കുഞ്ഞാ? അത് വേണ്ട മോനെ, പിന്നെ അതൊരു ബുദ്ധിമുട്ടാകും നിനക്ക്. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് കുഞ്ഞയും എൻ്റെ ഉമ്മി തന്നെയാ. അത് പറഞ്ഞപ്പോൾ കുഞ്ഞാടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി വെള്ളം വീണു. ഞാൻ പോയി കുഞ്ഞാടെ കണ്ണു തുടച്ചു. കുഞ്ഞ് എൻ്റെ നെറുകയിൽ ഒരു ചുംബനം തന്നു. എനിക്ക് കുളിര് കോരിപ്പോയി. ചെയ്യട്ടെ കുഞ്ഞാ? കുഞ്ഞ് എൻ്റെ തല തലോടിയിട്ട് പറഞ്ഞു. കുഞ്ഞയല്ല, ഉമ്മി, അങ്ങനെ വിളിക്കടാ. ഞാൻ ഒന്ന് കേൾക്കട്ടെ. ഉമ്മി. ഉമ്മിയുടെ വാവ നോക്കി നിൽക്കാണ്ട് ഉമ്മിയുടെ പാപ്പം കുടിക്കടാ. ഞാൻ എണീറ്റ് കുഞ്ഞാടെ മടിയിൽ കിടന്നു. എന്നിട്ട് വേണ്ടത് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. കുഞ്ഞാക്ക് വേദനയൊക്കെ കുറഞ്ഞു തുടങ്ങി. വേദന പോയി സീൽക്കാരമെടുക്കാൻ തുടങ്ങി. മുറിയിലാകെ കുഞ്ഞാടെ സീൽക്കാര ശബ്ദം മുഴങ്ങി തുടങ്ങി. കുഞ്ഞാടെ കയ്യിൽ നിന്നും പിടിവിട്ടു പോയി തുടങ്ങി. ഞാൻ കുഞ്ഞായുടെ മടിയിൽ നിന്നും എണീറ്റു. നോക്കുമ്പോൾ കുഞ്ഞ എന്നെ വല്ലാത്തൊരു കാമനോട്ടം നോക്കുന്നു. ഞാൻ ഇത്തിരി ജാടയിട്ട് കട്ടിലിൽ നിന്നും എണീറ്റ് പോകാൻ പോയപ്പോൾ കുഞ്ഞ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ കുഞ്ഞാടെ മുഖത്ത് നോക്കി പറഞ്ഞു, വേണ്ട കുഞ്ഞ, കുഞ്ഞെനിക്ക് ഉമ്മിയെപ്പോലെയാ, വേറെ രീതിയിൽ കാണാൻ പറ്റൂല. ഓ, നിനക്ക് നിൻ്റെ തള്ളയെ മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ അല്ലേ? കുഞ്ഞാ, നീ കിടന്നലറണ്ട. നീയും നിൻ്റെ ഉമ്മയും കാട്ടിക്കൂട്ടിയതൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് പറഞ്ഞപ്പോൾ ശരിക്കും ഷോക്കേറ്റതുപോലെയായി ഞാൻ തല താഴ്ത്തി നിന്നു. കുഞ്ഞ് എൻ്റെ മുഖം പൊക്കി. അയ്യേ, എന്തിനാ എങ്ങനെ ഡെസ്പാവുന്നേ? ഇത്താക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ തുടർന്നോ, ഞാനുണ്ടാകും എന്തിനും കൂടെ. കുഞ്ഞ് അത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ കുഞ്ഞെ കെട്ടിപ്പിടിച്ചു. ഹലോ, നിക്ക്, നിങ്ങൾ മാത്രം സന്തോഷാ മതിയാ, എനിക്കും ഇല്ലേടെ ആഗ്രഹങ്ങൾ. കുഞ്ഞ് അത് പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ കുഞ്ഞയെ വീണ്ടും കെട്ടിപ്പിടിച്ചു.
ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങൾ ഉമ്മയാണെന്ന്. എൻ്റെ ഉമ്മ ഇപ്പോൾ എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കുഞ്ഞ എനിക്ക്. ഞാനും കുഞ്ഞയും കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് വീണു. കുഞ്ഞാ, എനിക്ക് കുഞ്ഞാനെ ചെയ്യണം, എനിക്കും വേണം കുട്ടാ നിന്നെ. കുഞ്ഞാ, നമുക്കിവിടുന്ന് മാറി അടുത്ത മുറിയിൽ പോകാം. ഇവിടെ റംസി എണീറ്റാൽ പ്രശ്നമാണ്. എന്നാൽ നമുക്ക് റംസിയുടെ മുറിയിൽ പോവാം. ഞാനും കുഞ്ഞയും നേരെ റംസിയുടെ റൂമിലേക്ക് പോയി വാതിൽ ലോക്ക് ചെയ്തു. കുഞ്ഞ കട്ടിലിരുന്ന് എന്നെ കൈകാട്ടി വിളിച്ചു. കുഞ്ഞാടെ രൂപം കണ്ട് ഞാൻ നോക്കി നിന്ന് പോയി. ഒരു മാദക തിടമ്പാണ് കുഞ്ഞ. നല്ല ഷേപ്പുള്ള അരക്കെട്ടും വെളുവെളുത്ത കണങ്കാലും അതിന് ഭംഗിയേകാൻ സ്വർണ്ണ കുലുസും. ഒരു രക്ഷയില്ല, അടാറ് ചരക്ക്. നീ എന്ത് സ്വപ്നം കണ്ടിരിക്കുകയാണ്? വാ, ഒന്നും മനുഷ്യന് മൂടായിട്ട് വയ്യ. ഇപ്പോൾ തീർത്തു തരാടി കഴപ്പത്തി നിന്റെ സൂക്കേട്. എന്താടാ നീ പറഞ്ഞേ? അയ്യോ സോറി കുഞ്ഞ, അറിയാതെ പറഞ്ഞതാ. കുഞ്ഞ ചിരിച്ചിട്ട് പറഞ്ഞു, നീ എന്തു വേണമെങ്കിലും വിളിച്ചോടാ കള്ളത്തെമ്മാടി. ഞാൻ ചെന്ന് കുഞ്ഞാടെ മേത്തേക്ക് കിടന്നു. കുഞ്ഞയുടെ മോൾ റംസിയുമായി ഞാൻ നേരത്തെ നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങി. സെക്കൻഡ് റൗണ്ട് മകൾക്ക് പകരം കിട്ടിയത് ഉമ്മയെയാണ്. അപൂർവ ഭാഗ്യം തന്നെ. ഞാനും കുഞ്ഞായും കൂടെ പൂണ്ട് വിളയാടി. കുഞ്ഞാടെ എല്ലാ ഏനക്കേടും ഞാൻ തീർത്തു കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ കുഞ്ഞാടെ അടുത്ത് പോയി കിടന്നു. കിതപ്പ് മാറ്റി കുഞ്ഞ എന്നെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞാനോട് വെറുപ്പാണോ മോനു? എന്തിന്? ഇങ്ങനെ ചെയ്യിപ്പിച്ചില്ലേ ഞാൻ? അയ്യേ കുഞ്ഞ വിഷമിക്കണ്ട, എനിക്കിനിയും വേണം കുഞ്ഞാടെ എല്ലാം. ഞങ്ങൾ വീണ്ടും സ്വർഗരാജ്യത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങി. എല്ലാം കഴിഞ്ഞ് കുഞ്ഞയും ഞാനും അവിടെ കെട്ടിപ്പിടിച്ച് കിടന്നു. കുട്ടാ, മതിയായില്ലേ? വാ റൂമിലേക്ക് പോവാം. അങ്ങനെ മതിയാകുന്ന ചരക്കാണാ കുഞ്ഞാ നിങ്ങൾ? കുഞ്ഞ് ചിരിച്ചിട്ട് ഡാ എന്ന് പറഞ്ഞ് കൈ ഓങ്ങി. എന്തൊരു പ്രകടനമാണ് കുഞ്ഞാ, ഞാൻ സ്വർഗം കണ്ടുപോയി. അത് പിന്നെ നീ അമ്മാതിരി പണിയൊക്കെ അല്ലേ ചെയ്ത് വെച്ചേ? കുഞ്ഞ ഒരു വഷളം ചിരിച്ചിരിച്ചു. കുഞ്ഞ, ഒന്നുകൂടി ആയാലോ? നിച്ചു, അധികമായാൽ അമൃതും വിഷമാകും. അതുകൊണ്ട് എൻ്റെ മോൻ പോയി കിടന്നുറങ്ങിയേ. ശരി. ഞാൻ പോയി റംസിയുടെ അടുത്ത് കിടന്നു. അവൾ ഇപ്പോഴും നേരത്തെയുള്ള ക്ഷീണം കാരണം നല്ല ഉറക്കമാണ്. പാവം, ശല്യം ചെയ്യേണ്ട, ഉറങ്ങിക്കോട്ടെ. ഞാൻ അവളെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. കുഞ്ഞ വന്ന് റമിയുടെ അടുത്ത് കിടന്നു. നാളെ അങ്ങോട്ട് പോകണമല്ലോ എന്നൊക്കെ ആലോചിച്ച് എപ്പോഴോ കിടന്നുറങ്ങി. രാവിലെ എണീക്കുമ്പോൾ ഞാൻ മാത്രമുണ്ട് റൂമിൽ. പുതപ്പ് മാറ്റിയപ്പോൾ എൻ്റെ മേത്ത് ലുങ്കിയുണ്ട്. ഞാൻ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹാളിൽ നോക്കുമ്പോൾ നിൻസി, റംസി, റമി 3 പേരും ഉണ്ട്. നിൻസി ചോദിച്ചു, ഓ എണീച്ചോ കുംഭകർണൻ? പോടി പുല്ലേ, നിങ്ങൾക്ക് TV കാണലല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലേ? ഓ സാറിന് ഉറക്കം മാത്രമല്ലേ ഉള്ളൂ. എന്തേ? ഓ നല്ല ചിരി. എന്ത് കളറാണിക്കാ നിങ്ങളുടെ പല്ല്? മഞ്ഞ ചിരിക്കണം. പല്ല് തേപ്പൊന്നും ഇല്ലല്ലേ? നിനക്ക് കാലത്ത് തന്നെ എൻ്റെ നിന്ന് കിട്ടിയില്ലേ സമാധാനം ആകൂല്ലേ? ഇല്ല. ഓ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ട് വരട്ടെ. ആ വേഗം ചെല്ല്, ഉമ്മി കാത്തിരിക്കുകയാണ് ഇക്കാനെ. ഇപ്പോൾ കിട്ടും. അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അല്ല, ഇന്നലെ കുഞ്ഞാനേറ്റ് കെട്ടിമറിഞ്ഞത് പണിയായാ? ഉമ്മി കേട്ടോ ആവോ? ഞാൻ ചെല്ലുമ്പോൾ രണ്ടാളും കിച്ചണിൽ നല്ല പണിയിലാണ്. കുഞ്ഞ് എന്നെ നോക്കി ആക്കി ചിരിച്ചു. ഞാൻ കുഞ്ഞാനോട് എന്താന്ന് കൈകൊണ്ട് കാണിച്ചു. കുഞ്ഞ് ആ എന്ന് പറഞ്ഞ് ചുമലനക്കി. പെട്ടെന്ന് ഉമ്മി എന്നെ കണ്ടു. ആ വന്നു എൻ്റെ പൊന്നാര മോൻ. എന്താണ് ഉമ്മി, കലിപ്പാണല്ലോ? ചപ്പാത്തി പരത്തിയ കോലെടുത്ത് ഒരു കീറ് കൃത്യം നടുമ്പുറത്ത് തന്നെ ഉമ്മി അടിച്ചത്. ആ ഈ തള്ളക്ക് വട്ടായ, വെറുതെ എന്തിനാ എന്നെ തല്ലുന്നേ? കണ്ണീന്ന് പൊന്നീച്ച പാറി. നല്ല സുഖം. നിനക്ക് മനസ്സിലായില്ലല്ലേ? നിനക്ക് എത്ര വയസ്സായടാ? എൻ്റെ കണ്ണീന്ന് വെള്ളം ചാടി. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഉമ്മി കാര്യം പറ. നീ കിടക്കുമ്പോൾ ജെട്ടി ഇട്ടൂടെ? പ്രായപൂർത്തിയായുള്ള പെണ്ണുങ്ങളുള്ള വീടാണിത്. തുണിയും കോണാനും ഇല്ലാണ്ട് അവൻ്റെ കിടപ്പ്. ഇപ്പോഴാണ് കാലത്ത് മുണ്ടെങ്ങനെ എൻ്റെ മേത്ത് വന്നു എന്ന് മനസ്സിലായേ. അതിന് പറഞ്ഞാൽ പോരെ? വെറുതെ എൻ്റെ നടുവുംപുറം തല്ലി പൊളിക്കണോ? കുഞ്ഞാ പറഞ്ഞു. ഇത്താക്ക് അവനോട് പറഞ്ഞാൽ പോരെ ഇത്ത, എന്തിനാ ഇങ്ങനെ വെറുതെ തല്ലുന്നേ? ഉമ്മി, ഇപ്പം അവന് കൊണ്ടപ്പോൾ നല്ല ഓർമ്മ വന്നിട്ടുണ്ടാകും. കുഞ്ഞ പറഞ്ഞു. പാവം, അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടാണ് പോയത്.
ഐഷ, ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് കുഴപ്പമില്ല. റംസിയോ നിൻസിയോ ആയിരുന്നെങ്കിലോ? മതി മതി, ഫുഡ് റെഡിയാക്ക്, അവരിപ്പോൾ വരും. ഞാൻ നേരെ ഇറയത്ത് പോയിരുന്നു. എൻ്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേടുണ്ടല്ലോ എന്നും പറഞ്ഞ് നിൻസി അങ്ങോട്ട് വന്നു. എന്താണിക്ക മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, ഒന്ന് പോയേ. പറയിക്ക, ഇനി എനിക്ക് ദേഷ്യം വരൂ കേട്ടോ. എൻ്റെ പൊന്നു നിൻസി, നീ എൻ്റെ അടുത്ത് വരല്ലേ, അല്ലെങ്കിലേ ഇപ്പോൾ ഞാൻ പെണ്ണുപിടിയനാണെന്നാ ഇവിടെ ചിലർ പറയുന്നത്. നീ ഒന്ന് പോയേ, ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. അവൾ എന്നെ നോക്കിയിട്ട് നേരെ അടുക്കളയിലേക്ക് വിട്ടു. നിൻസി പറഞ്ഞു, ഉമ്മിക്ക് എന്താണ്? ഉമ്മി എന്തിനാണ് ഇക്കാനെ ചീത്ത പറഞ്ഞത്? ഓ, അപ്പോഴേക്കും വക്കാലത്തെത്തിയാ? കാര്യമുള്ളോണ്ടാ പറഞ്ഞേ, അടിക്കുകയും ചെയ്തു. ഈ കോല് കൊണ്ടാ. എന്താ, നിനക്കും വേണോ? നിൻസി, ഈ തള്ളക്ക് ഭ്രാന്താണ് റംസി, വാ നമുക്ക് പോകാം. ഞാൻ അധികം അകത്തേക്ക് പോയില്ല. അവളുമാർ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് എന്തോ പോലെയായി. ഒരു 11 മണിയോടെ നോക്കുമ്പോൾ ഒരു മാരുതി ടിറ്റ്സ് ഗേറ്റ് കിടന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അതിൽ നിന്നും 2 ചരക്കുകൾ എന്നെ നോക്കി ചിരിച്ചിട്ടിറങ്ങി. സോറി, ചരക്കുകളല്ല, അമ്മായി, മൂത്തുമ്മ, പിന്നെ അവരുടെ ഭർത്താക്കന്മാർ. അല്ല, ഇപ്പോൾ ഇവരെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? അമ്മായി പറഞ്ഞു, ഡാ നിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തോരം നാളായി നിന്നെ കണ്ടിട്ട്. അമ്മായിയുടെ നോട്ടം മൊത്തം എൻ്റെ രോമങ്ങളുള്ള നെഞ്ചിലേക്കാണ്. അപ്പം തന്നെ ബാക്കിയെല്ലാം അങ്ങോട്ടേക്ക് വന്നു. മാമ പറഞ്ഞു, നിങ്ങളിരിക്ക്, നമുക്ക് വൈകിട്ട് പോകാം. ഞാനും അളിയനും കൂടി ഒന്ന് എറണാകുളം വരെ പോയിട്ട് വരാം. ഉമ്മി, ഡാ ബഷി, എന്ത് പണിയാ നീ കാണിക്കണേ? ഇനി എപ്പോൾ വരാ ലേ മാമ? വരാ ഷാഹി, അർജൻറ്റ് വർക്കുണ്ട്, അല്ലെങ്കിൽ പോകും. അതുകൊണ്ടാ, വൈകിട്ട് ഞങ്ങൾ എത്തൂല്ലോ, അതുവരെ നിങ്ങൾ കത്തി വെച്ചുകൊണ്ടിരിക്കേ. അമ്മായി, വേഗം വന്നേക്കണം രണ്ടും കൂടി. അവർ പുറത്തേക്കും പോയി. അമ്മായി മൂത്തു അകത്തേക്ക് വന്നു. അമ്മായിയുടെ നോട്ടം മൊത്തം എന്നെയാണ്. അമ്മായി എന്നെ നോക്കണത് ഉമ്മി കണ്ടു. ഡാ, പോയി ടീഷർട്ട് ഇടടാ. ഓ, ഞാൻ ടീഷർട്ട് ഇടാനായി മുകളിലേക്ക് പോയി. അമ്മായി ചോദിച്ചു, എന്തിനായിത്ത അവനോട് ചാടിക്കയറുന്നേ? ഞങ്ങൾ പുറത്തുള്ള അല്ലല്ലോ. അതുകൊണ്ടല്ലടി, ഇപ്പോൾ എണീറ്റുള്ളൂ അവൻ, അതാ ഞാൻ പറഞ്ഞേ. ജാസ്മിൻ, പിന്നെ ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഇങ്ങനെയാണ്. ഉമ്മി, വാ നിങ്ങൾ അകത്തേക്ക് കയറ്. എന്തായാലും ഇനി അവരിനി വരുമ്പോൾ രാത്രിയാകും, ഡ്രസ്സൊക്കെ മാറ്റിക്കൂടെ? ഞാൻ പോയി ടീഷർട്ട് ഇട്ട് മുണ്ട് മാറ്റി ഷോർട്സ് ഉടുത്തിട്ട്, അല്ലെങ്കിൽ ഇനി അതിന് ചീത്ത പറയും. മറ്റാരും എന്നെ നോക്കണ ഇഷ്ടമല്ലെന്ന് മനസ്സിലായി. റബ്ബേ, കുഞ്ഞായിട്ടുള്ള റിലേഷൻ അറിഞ്ഞാലോ? അയ്യോ, ആലോചിക്കാൻ കൂടി വയ്യ. അടിയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കത്തിവെച്ചിരിക്കുകയാണ്. അമ്മായിയുടെയും മൂത്തുവിൻ്റെയും നടുക്കിരിക്കുകയാണ് റമി. അവരുടെ ഡ്രസ്സ് ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ. മൂത്തു ഒരു നീല ഡിസൈനുള്ള സാരിയും സെയിം ബ്ലൗസും, പിന്നെ അമ്മായി ഇട്ടേക്കുന്നത് ബ്ലാക്ക് സാരിയിൽ റെഡ് ബ്ലൗസ്. ഓ, ഒരു രക്ഷയില്ല. ഇത്തിരി പൊക്കം കുറവാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. നമ്മുടെ പഴയകാല നടി സുചിത്രയെപ്പോലുണ്ട്. അവൻ്റെ കൈ 2 പേരുടെയും ഇടുപ്പുമേലാണ്. അവർ കുശലം പറഞ്ഞിരിപ്പാണ്. ചോറ് തീറ്റ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കിടക്കാനായി ഉമ്മിയുടെ റൂമിൽ മൂത്തു കിടന്നു. ഉമ്മിയും അമ്മായിയും സംസാരിച്ചിട്ട് സോഫയിലിരിക്കുന്നുണ്ട്. കുഞ്ഞാനെ കാണുന്നില്ല. അവളുമാർ മുകളിലിരുന്ന് കത്തി വയ്ക്കുന്നുണ്ട്. കുഞ്ഞാടെ റൂമിൽ റമി കിടക്കുന്നു. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ കുഞ്ഞ് കുളിക്കുകയാണ്. ഞാൻ സോഫയിൽ ചെന്നിരുന്നു. അപ്പോൾ അമ്മായി പറഞ്ഞു, എന്നാലും ഇവൻ്റെ മാറ്റവേ, ചെക്കൻ 6 പാക്ക് വന്ന് സുന്ദരനായല്ലോ. എൻ്റെ പൊന്നമ്മായി, കണ്ണിട്ട് എന്നെ കൊല്ലല്ലേ. അമ്മായി എന്നോട് സംസാരിക്കുന്നത് ഉമ്മിക്ക് ഇഷ്ടമാകുന്നില്ല. ഉമ്മി എന്നെ തുറിച്ചു നോക്കിയിട്ട് ഉമ്മിയുടെ റൂമിലേക്ക് പോയി. പടച്ചോനെ, പണി പാളി. അമ്മായി, ഞാനിപ്പോൾ വരാം. ആ, എവിടെ പോണ്? ആദ്യമൊക്കെ വന്ന എൻ്റെ അടുത്തുനിന്ന് പോകാത്ത ചെക്കനായിരുന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇപ്പോഴും അങ്ങനെ തന്നെയെന്ന്. ഞാൻ പയ്യെ ഉമ്മിയുടെ റൂമിലേക്ക് വെച്ച് പിടിച്ചു. അല്ല, എന്താണിത്? എൻ്റെ സുന്ദരിക്കുട്ടിക്കൊരു പിണക്കം. കൊഞ്ചാതെ മാറിയ ചെക്ക. അങ്ങനെ പോവല്ലേ ഉമ്മി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അതവിടെ നിൽക്കട്ടെ. ഇന്നലെ എന്തായിരുന്നു നീ ഐഷുവിൻ്റെ റൂമിൽ കാട്ടിക്കൂട്ടിയത്? ഞാൻ ഷോക്കടിച്ച് അവിടെ ഇരുന്നു. ഞാൻ ഉമ്മി എന്തൊക്കെയാണ് പറയുന്നത്? കുഞ്ഞാൻ്റേത് എനിക്കൊന്നുമില്ല. പറഞ്ഞു തീരുന്നതിന് മുന്നേ കിട്ടി ഒരെണ്ണം. ടപ്പേ,
7 ലോകം കണ്ടു ഞാൻ വീണു. അടിയുടെ ആഘാതത്തിൽ ഒന്നും മിണ്ടാൻ പറ്റില്ല. നിനക്കെന്നോട് സ്നേഹമാണെന്ന് നടിച്ചാണ് ഞാൻ നിൻ്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിന്നത്. ഉമ്മി സോറി. ഈ കണക്കിന് നീ അവളുമാരെയും ചെയ്യുമല്ലോ. ഉമ്മി പ്ലീസ് നിർത്ത്. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല ആരോടും. പോരെ, ഞാൻ വരുന്നില്ല ഇനി കുടുംബത്തിലേക്ക്. ഉമ്മി പേടിക്കണ്ട. ഞാൻ റൂമിൽ നിന്ന് നേരെ പോയി ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി. ഒന്നും വേണ്ടായിരുന്നു. പഴയതുപോലെ എൻ്റെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഞാൻ? എൻ്റെ ഉള്ളിലെ ഷെയ്ത്താനാണ് എല്ലാത്തിനും കാരണം. ഞാൻ ഇനി പോകുന്നില്ല അങ്ങട്. ഐഷ കുളിച്ചു വന്നപ്പോഴേക്കും ഷാഹിനയും കുളിച്ചു വന്നു. ഇത്താ ബൈക്ക് കാണുന്നില്ലല്ലോ, നിച്ചു എന്തേ? എനിക്കൊന്നും അറിയില്ല. അവൻ ബൈക്കെടുത്ത് എങ്ങടോ പോയി. അവൻ എന്തിനാ പോയേ? എന്തിനാ ഇത്ത അവനെ ഇന്ന് പുറത്തേക്ക് വിട്ടേ? അല്ല, എനിക്കില്ലാത്ത ടെൻഷൻ എന്തിനാ നിനക്ക് ഐഷ? അവൻ എൻ്റെ മോനല്ലേ, നിൻ്റെ ആരാണ്? എൻ്റെ ആരാന്നോ? ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ എൻ്റെ കൂടെ മോനല്ലേ? ഷാഹിന ദേഷ്യത്തോടെ നോക്കിയിട്ട് അവളുടെ റൂമിലേക്ക് പോയി. ജാസ്മി ചോദിച്ചു, ഇത്താക്കിതെന്ത് പറ്റി? അറിയില്ല ജാസ്മി, ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരാം. ഐഷ നേരെ ഷാഹിനയുടെ റൂമിൽ ചെന്ന് കഥ കടച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? രാവിലെ തുടങ്ങിയാണല്ലോ. പറയാണ്ട് ഉള്ളിക്കൊണ്ട് നടന്ന ഞാൻ എങ്ങനെ അറിയും? നിനക്ക് പ്രശ്നം എന്താണെന്ന് അറിയണോ അല്ലേ? ഇന്നലെ എന്താ നിങ്ങൾ കാണിച്ചു കൂട്ടിയ റൂമിൽ? അപ്പോൾ അതല്ലേ കേസ്? അത് തന്നെയാണ് കേസ്. അതവിടെ നിൽക്കട്ടെ, എനിക്ക് വേറെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത്? ഞാനും അവനും കാട്ടിക്കൂട്ടിയതൊക്കെ, പക്ഷേ സ്വന്തം ഉമ്മയും മോനും കാട്ടിക്കൂട്ടിയതോ? ഷാഹിന ഇടിവെട്ടേറ്റ പോലെ ഞെട്ടി നിന്നു. എന്താ നീ പറഞ്ഞേ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ല. പറയാൻ പാടില്ല, ചെയ്യാല്ലേ? ഞാൻ കീഹോളിലൂടെ കണ്ടതാണ് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ വിളിച്ചില്ല എങ്കിൽ നിങ്ങൾ മൊത്തം ചെയ്യൂലായിരുന്നു അവനുമായിട്ട്. ഷാഹിന മെല്ലെ ബെഡിലിരുന്നു. ഐഷ അപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ പറ്റിപ്പോയതാണ്. അത് തന്നെയാണിത്താ എനിക്ക് സംഭവിച്ചത്. നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തിനാ? ഷാഹിന, എന്നാലും എനിക്കെന്തോ പോലെ. ആരേലും അറിഞ്ഞാൽ? ഐഷ, ആരറിയാൻ? എന്തായാലും പുറത്തു പോകുന്നതിലും ഭേദമല്ലേ സ്വന്തം കുടുംബത്തെ. ഉമ്മി, അപ്പോൾ റംസിയും നിംസിയും അറിഞ്ഞാൽ? അവരറിയാൻ അവരെ നമുക്ക് കെട്ടിച്ചു വിട്ടാൽ പോരെ? പിന്നെ നമുക്ക് സുഖമായി ജീവിച്ചൂടെ? എന്നാലും ഐഷ, ഒരെന്നാലും ഇല്ലിത്താ. വന്നേ, ഇപ്പോൾ തന്നെ ജാസ്മിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇനി അധികം പിടി കൊടുക്കണ്ട. ഷാഹിനയും ഐഷയും പുറത്തേക്ക് വന്നു. ജാസ്മി ചോദിച്ചു, എന്താണ് രണ്ടും കൂടി ഒരു ചുറ്റിക്കളി? ഐഷ പറഞ്ഞു, അതിത്താ കൊള്ളതാണ്. അവൻ നിങ്ങളുടെ കൂടെ വരുവല്ലേ, അതിൻ്റെ വിഷമം കാണിച്ചതാണ്. അയ്യേ, അതിനാണോ ഇങ്ങനെ കാണിക്കുന്നത്? കൊള്ളാം, അടിപൊളി. വൈകിട്ട് 5 മണിയോടുകൂടെ ബഷീറും ഹംസയും വീട്ടിലേക്ക് വന്നു. ബഷീർ പറഞ്ഞു, അപ്പം നമുക്ക് പോകാം അല്ലേ? ജാസ്മിൻ, അതിന് ചെക്കൻ ഇവിടെ ഇല്ല. അവൻ ഉച്ചയ്ക്ക് ബൈക്കെടുത്ത് പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. ബഷീർ, ബെസ്റ്റ്, അവൻ മുങ്ങിയതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഷാഹിന പറഞ്ഞു, എൻ്റെ മോൻ അങ്ങനെ മുങ്ങത്തൊന്നുമില്ല. ബഷീർ, എൻ്റെ പൊന്നു ഷാഹി, ഞാൻ നിന്നെ വെറുതെ ചാടിച്ചതല്ലേ, നോക്കാം, അവൻ വരട്ടെ. ഷാഹിന, അവൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ട്, എടുക്കുന്നില്ല അവൻ. കുറച്ച് കഴിഞ്ഞ് ഷാഹിനയുടെ ഫോണിലേക്കൊരു കോൾ വന്നു. അപ്പോൾ തന്നെ കട്ടായിപ്പോയി. ഈ ചെക്കൻ കളിപ്പിക്കുകയാണ് ഐഷ. നിൽക്കിത്ത, ഞാൻ എൻ്റെ ഫോണിൽ നോക്കട്ടെ. ഐഷ നിയാസിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. കുറച്ചു നേരം അടിച്ചതിന് ശേഷം ഫോൺ എടുത്തത് ഒരു അപരിചിത സൗണ്ടാണ്. ഹലോ നിച്ചു. ഓ അത് നിച്ചു എന്നല്ലേ പേര്? ഐഷ ചോദിച്ചു. ഹലോ, ഇതാരാ? ഹലോ, പേടിക്കണ്ട മാം, നിച്ചുവിനൊരു ചെറിയ ആക്സിഡൻറ്റ്. അല്ല, എന്താ പറ്റിയ എൻ്റെ മോന്? ഒരു വണ്ടി വന്നപ്പോൾ അയാൾ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. വണ്ടി മുട്ടിയിട്ടില്ല, അയാൾ വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീണു. നിങ്ങൾ പേടിക്കേണ്ട, ഒന്നും പറ്റിയിട്ടില്ല. എവിടെയാ അവൻ? ജൂബിലി ഹോസ്പിറ്റലിലാണ്, ബാക്കി ഇവിടെ വന്നിട്ട് പറയാം. ഫോൺ കട്ടായ ശേഷം ഐഷ എങ്ങനെ ഷാഹിനയോട് പറയും എന്നുള്ള ടെൻഷനിലായിരുന്നു. ഇത്താ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. എന്തു പറ്റി ഐഷ എൻ്റെ മോന്? ഒന്നുമില്ലാത്ത, അവൻ ചെറുതായി വണ്ടിയിൽ നിന്ന് വീണു. പറഞ്ഞു തീരുന്നതിന് മുന്നേ ഷാഹിന ബോധം കെട്ട് വീണു. ഷാഹിനാനെ വിളിച്ചുണർത്തി. എൻ്റെ മോൻ, എനിക്കെൻ്റെ മോനെ കാണണം ഐഷ.
അപ്പോൾ ഹംസ പറഞ്ഞു, നീ കരയാതിരിക്ക് ഷാഹി, നമുക്കിപ്പോൾ പോവാം. ജാസ്മിയും ഐഷയും റെഡിയായി വന്നു. ജാസ്മി, നീ വണ്ടി ഓടിച്ചോളൂല്ലേ? എനിക്കെന്തോ തലവേദനിക്കുന്നു, കുറേ നേരം ഓടിച്ചതല്ലേ. എന്നാൽ നിങ്ങൾ വരണ്ട, ഇവിടെ പിള്ളേരോടൊപ്പം ഇരുന്നോ. ജാസ്മി ബലോനയുടെ കീ എടുത്ത് കാറ് തിരിച്ചു നിർത്തി. അവരവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ആളുടെ വലത് കൈക്കും ഇടത് കാലിനും ചെറിയ ഫ്രാക്ചറുണ്ട്, നല്ല റെസ്റ്റ് വേണം ആളിന്, ചെറുതായി തലയും പൊട്ടിയിട്ടുണ്ട്. ഷാഹിന കരയാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നയാൾ പറഞ്ഞു, ഹലോ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. അതുപോലെ തിടിയാ അടിച്ചത്. വണ്ടി ഇനി കിട്ടിയിട്ട് കാര്യമില്ല, ഭാഗ്യത്തിന് ആൾ തെറിച്ചു വീണു. ഹംസ ചോദിച്ചു, എന്താ സംഭവിച്ചേ? എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് വേലായുധൻ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ആൾ നല്ല സ്പീഡായിരുന്നു. ഒരു ലോറി വന്നപ്പോൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ആ ഡ്രൈവർ വെട്ടിച്ചില്ലെങ്കിൽ ഇപ്പോൾ കാണായിരുന്നു. വലിയ ഉപകാരം ഞങ്ങളുടെ മോനെ രക്ഷിച്ചതിന്. ഇതാ, ഇതിരിക്കട്ടെ. അയാൾ ഹംസ കൊടുത്ത നോട്ടുകെട്ടുകൾ തിരിച്ച് ഹംസയുടെ പോക്കറ്റിൽ തന്നെ വെച്ചു. അയ്യോ, ഇതൊന്നും വേണ്ട ചേട്ടാ, ആളുടെ ജീവൻ രക്ഷപ്പെട്ടില്ലേ, അത് മതി. ഷാഹിന, എനിക്കൊന്ന് എൻ്റെ മോനെ കാണാൻ പറ്റുമോ? ഐഷ, വാ, നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്, ഇതവൻ്റെ ഉമ്മയാണ്, ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഡിസ്റ്റർബ് ചെയ്യരുത്, ആൾ സെഡേഷൻ്റെ മയക്കത്തിലാണ്. ഷാഹിന, ഇല്ല ഡോക്ടർ, എനിക്കൊന്ന് കണ്ടാൽ മതി. ഓക്കെ. ഷാഹിന അവൻ്റെ റൂമിൽ കയറിയപ്പോൾ ആൾ നല്ല മയക്കത്തിലാണ്. സിസ്റ്റർ പറഞ്ഞു, മാഡം ശല്യം ചെയ്യരുത്, വേഗം പോണം. ഷാഹിന അവൻ്റെ നെറുകയിലൊരു ഉമ്മ കൊടുത്തു മെല്ലെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇത്ത വിഷമിക്കണ്ട, നാളെ അവനെ റൂമിൽ കൊണ്ടുവരൂല്ലേ. എന്നാലും ഞാൻ കാരണമല്ലേ എൻ്റെ മോൻ. ഇത്താക്ക് പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? നിയാസ് ജലീൽ ആരെങ്കിലും ഉണ്ടോ? നേഴ്സ് വിളിച്ചു പറഞ്ഞു. ഹംസ വന്നു. ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങാനായിരുന്നു. അതെല്ലാം മുറ പോലെ നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിച്ചുവിനെ ഡിസ്ചാർജ് ചെയ്തു. അവൻ്റെ കോളേജിൽ പോക്ക് ഇത് കാരണം നീണ്ടു. ഷാഹിന അവനെ കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ പരിചരിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ 2ാം നാൾ ഞാൻ റൂമിൽ കിടക്കുവാണ്. കുഞ്ഞ റൂമിലേക്ക് വന്നു. കുറവുണ്ടോ കുട്ടാ? എൻ്റെ അടുത്തിരുന്ന് എൻ്റെ തല തലോടിക്കൊണ്ടാണ് ചോദിച്ചത്. മുഖം കണ്ടാൽ തന്നെ അറിയാം, നല്ല സങ്കടമുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എൻ്റെ കുഞ്ഞാസേ, നല്ല വേദന കൈക്കും കാലിനും. വണ്ടി ഓടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ച് ഓടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ എന്നാ പോട്ടെ. ഇരിക്കു കുഞ്ഞാ. ഈ ചെക്കൻ ഡാ പണിയുണ്ട് അവിടെ, ഉമ്മയുള്ളതുകൊണ്ട് അടുക്കളയിലാണ്. കുഞ്ഞാ എൻ്റെ കൂടെ കിടക്കുമോ? അയ്യടാ, ചെക്കൻ്റെ ഒരു പൂതിയേ, കൈയും കാലും ഒടിഞ്ഞു, എന്നാൽ ഇതിനൊരു കുറവില്ലല്ലേ? അയ്യേ, അതിനല്ല, പിന്നെ കുഞ്ഞയ്ക്ക് നല്ല സൂപ്പർ സ്മെല്ലാണ്. പോയി പെണ്ണ് കെട്ടടാ ചെക്ക. അവൻ്റെ ഒരു മണപ്പിക്കൽ. എൻ്റെ തലക്കിട്ട് ഒരു കിഴുക്കും തന്ന് കുഞ്ഞ പോയി. പതുപോലെ ഉമ്മി എനിക്കുള്ള ഫുഡുമായി വന്നു. ഞാൻ ഉമ്മിക്ക് ബെഡിലിരിക്കാൻ സ്പേസ് കൊടുത്തിട്ട് ഉമ്മി ഇരുന്നപ്പോൾ ഞാൻ ഉമ്മിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. മയങ്ങാണ്ട് എണീച്ചിരുന്നേ ചെക്ക, എനിക്ക് വേറെ പണിയുണ്ട്. ഉമ്മിക്ക് എന്താ ഇപ്പോൾ എന്നോടൊരു സ്നേഹവും ഇല്ല എന്നാര് പറഞ്ഞു? ഉമ്മിക്ക് മുത്തിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നീ വേണ്ടാതിനം വല്ലതും കാണിച്ച് പരിക്ക് കൂടുതൽ വഷളാക്കേണ്ട. ആദ്യം നീ പരിക്കെല്ലാം മാറി മിടുക്കനായി വാ. ഒരാഴ്ചയ്ക്ക് ശേഷം വാപ്പി വന്നു. കുഞ്ഞാപ്പ ജോലിത്തിരക്ക് കാരണം അവിടെ നിന്നു. എനിക്കിപ്പോൾ സ്റ്റിക്ക് ഉപയോഗിച്ച് മെല്ലെ താങ്ങി നടക്കാം. കയ്യിലെയും കാലിലെയും വേദനയെല്ലാം മാറി. എന്നാലും പ്ലാസ്റ്റർ ഉള്ളതിനാൽ എന്തോ ഒരു തരിപ്പ്. വാപ്പി എൻ്റെ കോളേജിൽ വിളിച്ച് ലീവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ശരിയാക്കി. കൂടുതൽ ടൈമും ഞങ്ങളുടെ ഒപ്പം തന്നെ ചിലവഴിച്ചു. നിൻസിയുടെ കല്യാണവും ശരിയാക്കി. പൂർണ്ണമായി ഇല്ലേലും വാപ്പിയോടുണ്ടായിരുന്ന ഉമ്മയുടെ വെറുപ്പും ശകലം മാറി തുടങ്ങി. നിൻസിയുടെ കല്യാണം കഴിഞ്ഞ് വാപ്പാടെ ലീവും കഴിഞ്ഞ് തിരികെ പോയ ശേഷം ഉമ്മി എനിക്ക് തന്ന വാക്ക് പാലിച്ചു. അതെങ്ങനെയാണെന്നൊക്കെ വിശദമായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ബാക്കി അറിയാൻ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഉടനെ തന്നെ ബാക്കി ഇടും. അപ്പോൾ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.